എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാന ഒരു ഇടവേളയ്ക്ക് ശേഷം പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. പോളിമർ പ്ലാസ്റ്റിക് കറൻസികൾ മുമ്പ് ആലോചിച്ചിരുന്നു എങ്കിലും അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് പോളിമർ പ്ലാസ്റ്റിക് നോട്ടുകൾ വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടുതൽ ഈടുനിൽക്കുന്നതും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഈ നോട്ടുകൾ അച്ചടിക്കാനുള്ള ആലോചന നോട്ട് അച്ചടിയുടെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കും എന്ന വിലയിരുത്തലും ഉണ്ട്. ആദ്യഘട്ടത്തിൽ 10-20 നോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്തെ കറൻസിയുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഒരു പതിറ്റാണ്ടിനു മുമ്പ് പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതിയാണ് തിരികെ പൊടിതട്ടി എടുത്ത് അണിയറയിൽ നീക്കം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ട നടപടികൾ ആരംഭിച്ചതായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ വിനിമയം ചെയ്യപ്പെടുന്നതും പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നതുമായിട്ടുള്ള 10-20 നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പോളിമർ രൂപത്തിൽ പുറത്തിറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ് പോളിമർ നോട്ടുകൾ എന്ന് പല ആളുകൾക്കും സംശയമുണ്ടാകും. സാധാരണ പേപ്പർ നോട്ടുകൾ കോട്ടൺ, ലിനൻ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എങ്കിൽ പോളിമർ നോട്ടുകൾ നിർമ്മിക്കുന്നത് BOPP എന്ന പ്രത്യേക തരം പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിച്ചാണ്. സാധാരണ നോട്ടുകളെ പോലെ തന്നെ ഭാരക്കുറവുള്ളതും മടക്കാൻ കഴിയുന്നതുമായിരിക്കും ഇവ. ഇതിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങൾ കൂടുതൽ കാലം ഈട് നിൽക്കും എന്നുള്ളതാണ്. പേപ്പർ നോട്ടുകളേക്കാൾ 2 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ കാലം ഇവ കേടുപാടുകൾ കൂടാതെ ഇരിക്കും. സാധാരണ നോട്ടുകൾ 1.5-2 വർഷം കൊണ്ട് നശിക്കുമ്പോൾ പോളിമർ നോട്ടുകൾ 7 വർഷത്തിലധികം ഈട്. ആദ്യടക്കം കൊച്ചി അടക്കമുള്ള 5 പട്ടണങ്ങളിലാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കുക. രാജ്യത്തെ വിവിധ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടണങ്ങളെ തിരഞ്ഞെടുത്തത്. രാജ്യത്തിലുടനീളം 10 ബില്യൺ മൂല്യം വരുന്ന നോട്ടുകളാണ് ഇറക്കുക. 10-20 രൂപയുടെ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ഇറക്കുന്നത്. വിജയകരമായാൽ 100, 200, 500 രൂപ നോട്ടുകളും ഇതേപടി ഇറക്കുന്നതായിരിക്കും. അതേസമയം നോട്ട് നിരോധനം ഉണ്ടാകില്ല. ഘട്ടം ഘട്ടങ്ങളായിട്ട് ഈ നോട്ടിലേക്ക് മാറുന്ന രീതി തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് വിവരം. ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ നോട്ട് നിരോധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത വ്യാജമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അത് ശരിയല്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. പല സമയങ്ങളിലും കീറിയതോ മുഷിഞ്ഞതോ ആയ നോട്ടുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ATM മെഷീനിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നോട്ടുകൾ ലഭിക്കാറുണ്ട്. ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് നൽകിയതാവാം. ഇത്തരത്തിലുള്ള മുഷിഞ്ഞ നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു ബാധ്യതയാകുന്ന കാഴ്ചകളാണ് ഉണ്ടാവാറുള്ളത്. മറ്റാർക്കെങ്കിലും രഹസ്യമായി നൽകാൻ ശ്രമിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. എന്നാൽ അങ്ങനെയല്ല. ഇത്തരത്തിൽ കീറിയതോ മുഷിഞ്ഞതോ വികൃതമായതോ ആയ നോട്ടുകൾ നിങ്ങളുടെ കൈകൾ ഉണ്ട് എങ്കിൽ വളരെ പ്രയാസമില്ലാതെ തന്നെ നോട്ടുകൾ മാറ്റി വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബാങ്കുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റി വാങ്ങാൻ നിങ്ങൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. ഇതിനായി ബാങ്കുകൾക്ക് ഒരു തരത്തിലുള്ള സർവീസ് ചാർജും നൽകേണ്ടതുമില്ല. വികൃതമായ നോട്ടുകൾ ATM മെഷീനിൽ നിന്നും ലഭിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടം അനുസരിച്ച് ATMിൽ നിന്നും ലഭിച്ച കീറിയ നോട്ടുകൾ മാറ്റി നൽകുന്നതിന് ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. 2016 ജൂലൈയിൽ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്ന പ്രകാരം ബാങ്കുകൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും മോശം നോട്ടുകൾ മാറ്റിയെടുക്കാൻ വിസമ്മതിക്കുകയാണ് എങ്കിൽ ആ ബാങ്കിന്റെ ഭാഗത്തു നിന്നും 10,000 രൂപ പിഴ ഈടാക്കുമെന്ന് RBI ഉത്തരവുണ്ട്. എല്ലാ ബാങ്കുകളുടെ ശാഖകൾക്കും ഈ നിയമം ബാധകമാണ്. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ATMിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒരു മോശം നോട്ട് വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാങ്കിനാണ്. നോട്ടിൽ എന്തെങ്കിലും അപാകത ഉണ്ട് എങ്കിൽ അത് ബാങ്ക് ജീവനക്കാരെ കൊണ്ട് തന്നെ പരിശോധിപ്പിക്കണം. സീരിയൽ നമ്പർ, മഹാത്മാഗാന്ധിയുടെ വാട്ടർമാർക്ക്, ഗവർണറുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയവ നോട്ടിൽ ദൃശ്യമല്ല എങ്കിൽ ബാങ്കുകൾ നോട്ടുകൾ മാറ്റി നൽകേണ്ടതാണ്. എന്നാൽ ഒരാൾക്ക് ഒരു തവണ ബാങ്കിൽ നിന്നും നോട്ട് മാറ്റുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വികൃതമായ നോട്ട് സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഇടയ്ക്കിടെ സർക്കുലറും ഇറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ RBI ഓഫീസിലോ മറ്റേതെങ്കിലും പൊതുമേഖലാ ബാങ്കിൽ നിന്നോ ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു പരിധിയുണ്ട്. റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം ഒരാൾക്ക് ഒരു തവണ 20 നോട്ടുകൾ മാത്രമേ ഇത്തരത്തിൽ മാറ്റാൻ കഴിയൂ. കൂടാതെ ഈ രൂപയുടെ ആകെ മൂല്യം 5000 രൂപയിൽ കവിയാൻ പാടില്ല.
അതായത് 2000 രൂപയുടെ നോട്ടാണ് മാറ്റുന്നത് എങ്കിൽ 2 നോട്ട് ഉണ്ടെങ്കിൽ തന്നെ 4000 ആകും. അപ്പോൾ പിന്നെ മറ്റൊരു നോട്ട് നിങ്ങൾക്ക് മാറ്റി വാങ്ങാനാകില്ല. ഈ പറഞ്ഞത് സാധാരണ നിങ്ങളുടെ മുഷിഞ്ഞ നോട്ടുകളുടെ കാര്യമാണ്. ATMൽ നിന്നാണ് ഇത്തരത്തിലുള്ള കീറിയ നോട്ടുകളോ മുഷിഞ്ഞ നോട്ടുകളോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ ഏത് ബാങ്കിൻ്റെ ATMൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചത് എങ്കിൽ അതേ ബാങ്കിൽ തന്നെയാണ് നിങ്ങൾ ഇത് മാറ്റി വാങ്ങാൻ പോവേണ്ടത്. അവിടെ പോയി നിങ്ങൾ ഒരു അപേക്ഷ നൽകണം. അപേക്ഷയിൽ പണം പിൻവലിച്ച തീയതി, സ്ഥലം എന്നിവ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ATMൽ നിന്നും ട്രാൻസാക്ഷൻ സ്ലിപ്പോ അല്ലെങ്കിൽ മൊബൈലിലേക്ക് വരുന്ന SMS-ൻ്റെ വിവരങ്ങളോ ഈ അപേക്ഷയിൽ ചേർക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് നോട്ട് മാറ്റി തരുന്നതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മുഷിഞ്ഞതോ കീറിയതോ ആയ നോട്ടുകളെ കുറിച്ചാണ്. ഇനി നോട്ടിന്റെ പ്രധാന ഭാഗം കീറിയതോ കത്തിപ്പോയതോ ആയ നോട്ടുകളാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും മാറ്റി നൽകില്ല. അതിനുവേണ്ടി റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലാണ് നിങ്ങൾ ചെല്ലേണ്ടത്. പുതുതായി ഇറങ്ങിയിട്ടുള്ള 2000 രൂപയുടെ നോട്ടിന്റെ 88% നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ മാത്രമേ ആ നോട്ട് ഈ റീജിയണൽ ഓഫീസിൽ നിന്നും മാറ്റി നൽകുകയുള്ളൂ. ഇനി നോട്ടിന്റെ 44% മുകളിൽ ഉണ്ട് എങ്കിൽ നോട്ടിന്റെ പകുതി മൂല്യം ലഭിക്കും. അതായത് 1000 രൂപ ലഭിക്കും. 200 രൂപയുടെ നോട്ടുകളാണ് എങ്കിൽ 78% നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ മുഴുവൻ മൂല്യവും ലഭിക്കുന്നതാണ്. 39% മുകളിൽ കൈവശം ഉണ്ട് എങ്കിൽ പകുതി മൂല്യവും ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ 20 പീസ് അല്ലെങ്കിൽ പരമാവധി 5000 രൂപക്കുള്ള നോട്ടുകൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ദിവസം സൗജന്യമായിട്ട് മാറ്റി നൽകുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ ദൂരേക്കും.